പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അധികാരമേറ്റ ശേഷം നടത്തിയ വിദേശയാത്രകളുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതുവരെ ഏകദേശം 40ഓളം വിദേശ സന്ദർശനങ്ങൾ നടത്തിയെന്നും 4 മില്യൺ പൗണ്ടിന് മേൽ ചെലവായി എന്നുമാണ് റിപ്പോർട്ടുകൾ. 2025 അവസാന 3 മാസങ്ങളിൽ മാത്രം നടത്തിയ യാത്രകൾ ഏറ്റവും ചിലവേറിയതായിരുന്നു. 8 വിദേശ യാത്രകൾക്ക് മാത്രമായി 1.2 മില്യൺ ചെലവഴിച്ചിട്ടുണ്ട്. ബ്രസീലിൽ നടന്ന കോപ്പ് ക്ലൈമറ്റ് കോൺഫറൻസിൽ പങ്കെടുത്ത 3 ദിവസത്തെ സന്ദർശനമാണ് ഏറ്റവും ചിലവേറിയത്. 29 ഉദ്യോഗസ്ഥരോടൊപ്പം നടത്തിയ ഈ യാത്രയ്ക്ക് ഏകദേശം 4,13,000 പൗണ്ട് ചെലവായി. ഇന്ത്യയിലേക്കുള്ള വ്യാപാര സന്ദർശനത്തിന് 45 അംഗ സംഘത്തോടൊപ്പം കൊമേഴ്ഷ്യൽ വിമാനത്തിൽ പോയതിന് 3,41,000 പൗണ്ട് ചെലവായപ്പോൾ ജോഹന്നാസ്ബർഗിൽ നടന്ന G20 സമ്മിറ്റിലേക്ക് റാഫ് വിമാനത്തിൽ 30 ഉദ്യോഗസ്ഥരോടൊപ്പം പോയതിന് 3,70,000 പൗണ്ട് ചെലവായി. ആകെ 39 വിദേശയാത്രകൾ നടത്തിയ സ്റ്റാമറിനെതിരെ പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി വിമർശനം ഉയർത്തിയിട്ടുണ്ട്. നെവർ ഹിയർ കെയർ എന്ന പരിഹസിക്കുകയും രാജ്യത്തിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്റ്റാമറിന്റെ വിദേശയാത്രകൾ രാജ്യത്തിന്റെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും വ്യാപാര താൽപര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.